അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകളുടെ രണ്ടാം ഘട്ടം ഈ ആഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകൾ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഫെബ്രുവരി 6 ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ജനീവയിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് കീഴിൽ ഇറാനുമായുള്ള ബന്ധം കൂടുതൽ കടുപ്പമേറിയ സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇറാന് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ആണവ പദ്ധതികൾക്ക് പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആണവ വിഷയത്തിൽ മാത്രമാണ് ചർച്ചയെന്നാണ് ഇറാന്റെ നിലപാട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും വലിയ സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്. മേഖലയിൽ കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് സൈനിക സമ്മർദ്ദവും നയതന്ത്ര നീക്കങ്ങളും ഒരുപോലെയാണ് ട്രംപ് ഭരണകൂടം നടത്തുന്നത്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് വഴിതുറക്കുമെന്ന് ആഗോള നിരീക്ഷകർ ആശങ്കപ്പെടുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ് ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നതിനെ സ്വാഗതം ചെയ്തു. നയതന്ത്ര തലത്തിൽ ഇറാന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഈ ചർച്ചകൾക്ക് കഴിയുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നതിലൂടെ സാമ്പത്തിക ഉപരോധ ഇളവ് ലഭിക്കുമെന്നും ഇറാനും കരുതുന്നു. ആഗോള സമാധാനത്തിന് നിർണായകമായ ഈ ചർച്ചകളുടെ ഫലം വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഒമാനിൽ വെച്ച് നടന്ന ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. ഒരു മാസത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ ഇറാൻ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചിരുന്നു. നയതന്ത്ര കരാറിലാണ് എനിക്ക് താൽപര്യം, പക്ഷേ ധാരണയിലെത്തിയില്ലെങ്കിൽ പടക്കപ്പലുകൾ ആവശ്യമായി വരും. കരാറായാൽ അവരെ തിരിച്ചു വിളിക്കാമല്ലോ എന്നാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കയിൽ പണപ്പെരുപ്പം 2.4% കുറഞ്ഞതും മുട്ട ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിടിഞ്ഞതും ട്രംപിന്റെ രാഷ്ട്രീയ പദവി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ ഭദ്രമായതോടെ ആത്മവിശ്വാസത്തോടെ ഇറാനെ നേരിടാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. എന്നാൽ പശ്ചിമേഷ്യയിലെ പുതിയ സൈനിക വിന്യാസം ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതത്തെ ബാധിക്കുമെന്ന ഭീതിയിൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഇറാനെതിരെ കടുത്ത നിലപാട് വേണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും മേഖലയിലെ അനുകൂല സംഘങ്ങൾക്കായുള്ള ആയുധവും സാങ്കേതിക വിദ്യയും നൽകുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്തുവെന്ന് നെതന്യാഹുവും അറിയിച്ചു. വിഷയത്തിൽ ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചുവെന്നും താൻ നിലപാട് അറിയിച്ചുവെന്നും നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ 3 മണിക്കൂർ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഏകദേശം 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഇറാനുമായി ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാനുമായി ധാരണയ്ക്ക് സഹായിക്കാൻ സാധ്യതയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.